ചൈനയിൽ വെച്ച് നമുക്ക് കണ്ടാലോ? ഞാൻ വരുന്നുണ്ട് കേട്ടോ. ഹായ് ഗായ്സ്, ഇന്നത്തെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത്ര നാൾ നമ്മൾ ഇന്ത്യയിൽ വിലക്കുറവ് എന്തൊക്കെ കിട്ടും എന്നുള്ള ഒരു യാത്രയിലായിരുന്നു, പ്രത്യേകിച്ച് ടെക്സ്റ്റൈൽസിൻ്റെ ഒക്കെ ആയിരുന്നു. പക്ഷേ ഇനി ഞാൻ പോകുന്നത് ചൈനയിലേക്കാണ്. ചൈനയിൽ എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ് എല്ലാം കൊല്ലം ഫെയർ നടക്കുന്നത്, കാന്റോൺ ഫെയർ നടക്കുക. അപ്പോൾ ഈ കൊല്ലം നടക്കുന്ന ഫെയർ എന്ന് പറയുമ്പോൾ 136ാമത്തെ കാന്റോൺ ഫെയറിലാണ്. അപ്പോൾ എന്നെ കൊണ്ടുപോകുന്നത് ബൈബെസ്റ്റി ഇമ്പോർട്ട് ആൻഡ് എക്സ്പോർട്ട് ടീമുകാരാണ്. കാരണം 21 ഇയേഴ്സിൻ്റെ എക്സ്പീരിയൻസ് കൂടിയുണ്ട്. പിന്നെ ഈ ടെക്സ്റ്റൈൽ മാത്രമല്ല കേട്ടോ, നമുക്ക് എന്തൊക്കെ ഐറ്റംസ് നമുക്കൊരു ബിസിനസ് ചെയ്യണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ കണ്ടെയ്നർ വഴിക്ക് നമുക്ക് സാധനങ്ങൾ ഇങ്ങോട്ട് എത്തിക്കാൻ പറ്റും. അതും നല്ല മാർജിൻ ഇട്ടിട്ടൊക്കെ നമുക്ക് സെയിൽ ചെയ്യാൻ പറ്റും. നമ്മളൊക്കെ ഇവിടെ കാണിക്കുന്നില്ല ടെക്സ്റ്റൈൽസിൻ്റെ ഒക്കെ ഇത്രയും വിലക്കുറവിന് ഇവിടെ അവിടെ എന്നൊക്കെ പറയുന്നത്. അത് മാത്രമല്ല A to Z എല്ലാം എന്ത് ബിസിനസ്സാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്, ഇപ്പോൾ ഇലക്ട്രോണിക്സിൻ്റെ ആയിക്കോട്ടെ, നമുക്ക് ഒരു സാനിറ്ററി, അങ്ങനെ എന്ത് ഹോം ഡെക്കോറേറ്റ്, ഹൗസ് ഹോൾഡ് ഐറ്റംസ്, അങ്ങനെ എന്ത് ഐറ്റംസും നമുക്ക് ബിസിനസ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ നമുക്ക് ബൈബെസ്റ്റി ടീംക്കാർ സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും അറിയാം ചൈനയിൽ ഫെയർ നടക്കുന്ന കാര്യം. ഫെയറിനെ കുറിച്ച് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് പറയുകയാണെങ്കിൽ phase 1, phase 2, phase 3 ഇത് 3 കാറ്റഗറിയിലാണ് അവിടെ ഫെയർ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ phase 1 എന്ന് പറയുമ്പോൾ നമുക്കൊരു ഇലക്ട്രോണിക് ഐറ്റംസിൻ്റെ ആ ഒരു സെക്ഷനിലേക്ക് പെടാം. ഹൗസ് ഹോൾഡ് ഇലക്ട്രോണിക് ഐറ്റംസ്, ഇലക്ട്രിക് ഐറ്റംസ്, അങ്ങനത്തെ ഐറ്റംസിൽ. പിന്നെ വരുന്നത് phase 2. അപ്പോൾ phase 1 ഐറ്റംസ് എന്ന് പറയുമ്പോൾ ഒക്ടോബറിലാണ് ഇത് നടക്കുന്നത്. അതിൻ്റെ ഡീറ്റെയിൽസ് എന്ന് വെച്ചാൽ ഡേറ്റ് കാര്യങ്ങൾ ഞാനിവിടെ മെൻഷൻ ചെയ്യുക. ഇത് കൂടാണ്ട് നമുക്ക് phase 2 എന്നുള്ള ഒരു സെക്ഷൻ കൂടിയുണ്ട്. ഈ phase 2 എന്നുള്ള സെക്ഷൻ എന്ന് പറയുന്നത് നമുക്ക് ഹൗസ് ഹോൾഡ് ഐറ്റംസ്, ഹോം ഡെക്കോറേറ്റ് ഐറ്റംസ്, അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ കിട്ടുന്ന ഒരു സ്പേസ്. അപ്പോൾ അവിടെ എന്ന് പറയുമ്പോൾ കുറേ ഇഷ്ടംപോലെ ഷോപ്സ്, സ്റ്റോൾസ് ഒക്കെ ഉണ്ടാവും. ഇഷ്ടപ്പെട്ടത് നോക്കിയിട്ട് നമുക്ക് ഡയറക്റ്റ് പോയിട്ട് എന്തായാലും പർച്ചേസ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ ആ ഒരു ബുദ്ധിമുട്ട് കാര്യങ്ങൾ നമുക്ക് ഇല്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ബൈബെസ്റ്റി ഇമ്പോർട്ട് ആൻഡ് എക്സ്പോർട്ട് കമ്പനിക്കാർ ഹെൽപ്പ് ചെയ്യുന്നത്. ഇനി ഇഷ്ടപ്പെട്ട ഒരു കാറ്റഗറിയാണ് നമുക്ക് ലൈഫ് സ്റ്റൈൽ, അല്ലെങ്കിൽ കോസ്മെറ്റിക്സ്, ടോയ്സ്, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ, മെറ്റർണിറ്റി വെയർസ്, ഫാബ്രിക്സ്, ക്ലോത്തിങ്, അങ്ങനത്തെ phase 3ലാണ് പെടുന്നത്. ഇത് വരുന്നത് നമുക്ക് ഒക്ടോബർ 31 തൊട്ട് നവംബർ 4 അപ്പോൾ ഈ ദിവസങ്ങളിലാണ് നമുക്കവിടെ കാന്റോൺ ഫെയർ നടക്കുന്നത്. ഈ ബൈബെസ്റ്റി ടീംക്കാർ എന്താണ് ഈ ബൈബെസ്റ്റി ടീമിൽ? അവർ നമുക്ക് ഇമ്പോർട്ട് ആൻഡ് എക്സ്പോർട്ട് കാര്യത്തിന് എല്ലാവിധ സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇനിയിപ്പോൾ ഈ ബൈബെസ്റ്റി ടീംക്കാരെ എങ്ങനെ കോൺടാക്ട് ചെയ്യും? ഞാനിവിടെ സ്ക്രീനിൽ നമ്പർ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഡയറക്റ്റ് വിളിച്ച് സംസാരിക്കാം. കാരണം 21 വർഷത്തെ എക്സ്പീരിയൻസ് തന്നെയല്ല. ഇപ്പം നമ്മൾ ചൈനയിൽ പോയി തന്നെ നമുക്ക് ഭാഷയൊന്നും അറിയില്ല. അപ്പോൾ എല്ലാ ഭാഷയുടെ ഗൈഡ് ലൈൻസ്, നമ്മൾ ഇംഗ്ലീഷോ വേണോ മലയാളം വേണോ, അപ്പോൾ നമുക്കൊരു ഗൈഡ് ലൈൻ 32 സ്റ്റാഫുകാർ തന്നെ അവർ തന്നെ നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്നുണ്ട് ചൈനയിൽ. അപ്പോൾ എല്ലാം സപ്പോർട്ടോട് കൂടിയിട്ട്. ഇപ്പോൾ ഷിപ്മെൻറ്റ് ചെയ്യുമ്പോൾ നമുക്കിത് കണ്ടെയ്നർ ത്രൂ ഇവിടെ ഇറക്കുമ്പോൾ കുറേയൊക്കെ ബുദ്ധിമുട്ട് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ നമുക്ക് ഹെൽപ്പ് ചെയ്യുന്നത് ആരായിരിക്കും? ബൈബെസ്റ്റി ടീംക്കാരാണ് കേട്ടോ. അപ്പോൾ എന്തെങ്കിലും സംശയം കാര്യങ്ങളൊക്കെ ഉണ്ട്, ഡീറ്റെയിൽസ് ഇവിടെ വിളിച്ച് ചോദിച്ചാൽ മതി. അപ്പോൾ നമുക്ക് 5 നൈറ്റ്സും അതുപോലെ തന്നെ 6 ഡേയുടെ ഒരു ചെറിയൊരു പാക്കേജ് ട്രിപ്പെന്ന് പറയാൻ പറ്റില്ല, ശരിക്കും ഇവരൊരു ടൂറായിട്ട്. നമ്മളിപ്പോൾ ബിസിനസ് എന്ന് പറയുമ്പോൾ ഒരു ടൂറോ അല്ലെങ്കിൽ ഒരു ട്രിപ്പായിട്ട് ഒരിക്കലും കാണരുത്. നമ്മൾ ബിസിനസ് സീരിയസ് ആയിട്ട് കാണുക. സീരിയസ് ആയിട്ട് കാണുമ്പോൾ നമുക്ക് ഡെഫിനറ്റ്ലി ഇതിൽ നിന്നും ഒരു ബെനിഫിറ്റ് കിട്ടും. എന്തായാലും ഞാൻ റെഡിയാണെന്ന് പോകാനായിട്ട്. ഞാൻ പോകുന്നത് phase 3ലേക്കാണ്. ഇനിയിപ്പോൾ നിങ്ങൾ phase 1 കാറ്റഗറിയിലാണ്, phase 2 കാറ്റഗറിയിലാണ്, ഒരു കുഴപ്പമില്ല, കോൺടാക്ട് ചെയ്താൽ മതി. അവർ ഏതെങ്കിലും ഗ്രൂപ്പ് വഴിക്കായിട്ട് വിടുന്നതായിരിക്കും. ഇനിയിപ്പോൾ ഒറ്റയ്ക്കാണ് പോകാൻ താല്പര്യം, ഇനി ഗ്രൂപ്പ് വഴിക്കാണ് പോകാനായിട്ട് താല്പര്യം, അതിനും അവർ സപ്പോർട്ട് ചെയ്ത് തരുന്നതായിരിക്കും. ഇനിയിപ്പോൾ നമ്മൾ ഈ 3 phase കാറ്റഗറിയിലും നമ്മൾ പെടുന്ന ഒരാൾക്കാരാണ്, എന്ന് വെച്ചാൽ മൾട്ടി ബിസിനസ് ചെയ്യുന്ന ഒരാൾക്കാരാണ്, അതിനും സപ്പോർട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഏത് കാറ്റഗറിയിൽ പെട്ടാലും നമുക്കൊരു പ്രശ്നമില്ല. ഞങ്ങളെന്ന് മീൻസ് ബൈബെസ്റ്റി ടീമുകാർ എല്ലാം സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. ഇനിയിപ്പോൾ ചൈനയിൽ വെച്ച് നമുക്ക് കണ്ടാലോ? ഞാൻ വരുന്നുണ്ട് കേട്ടോ. നവംബർ 4 വരെ ഞാൻ അവിടെ ഉണ്ടാവും. അപ്പോൾ ഒക്ടോബർ 31 തൊട്ട് നവംബർ 4 വരെ ഞാൻ ചൈനയിലുണ്ടാവും. അപ്പോൾ ആരൊക്കെ താല്പര്യം ഉണ്ടെങ്കിൽ നമുക്ക് അവിടെ വെച്ച് കാണാം. അല്ലെങ്കിൽ എൻ്റെ കൂടെ വരുന്ന ഒരു താല്പര്യം ഉണ്ടെങ്കിൽ ഒന്ന് മുൻകൂട്ടി ഇൻഫോം ചെയ്താൽ മതി. അപ്പോൾ എൻ്റെ കോഡ് പറഞ്ഞാൽ മാത്രമാണ് നമുക്ക് ഒരുമിച്ച് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ കോഡ് ഡീറ്റെയിൽസ് ഇവിടെ ഞാൻ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അവരുടെ നമ്പറും ഡീറ്റെയിൽസും ഒക്കെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അവിടെ വെച്ച് കാണല്ലേ നമുക്ക് കാന്റോൺ ഫെയറിൽ 136ാമത്തെ കേട്ടോ. അപ്പോൾ phase 1, phase 2, phase 3 ഏത് കാറ്റഗറി ആണെന്നുള്ളത് നിങ്ങൾ ചൂസ് ചെയ്താൽ മതി കേട്ടോ.